ഹലോ, സുഖമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? സോ ഹിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ കണ്ടേ? ഇത് കേൾക്കട്ടെ. എ സി ജനറേറ്ററിനെ കുറിച്ച് നമ്മൾ കണ്ടു, ശരിയല്ലേ? എ സി ജനറേറ്ററിനെ കുറിച്ച് കണ്ടു, ഡാമിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? എങ്ങനെയാണ് ഇപ്പം മനസ്സിലായാലും നിങ്ങൾക്ക്? വെള്ളത്തിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്നില്ല, പക്ഷെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്, വെള്ളത്തിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറേറ്ററിൻ്റെ ടർബൈൻ കറക്കുന്നത്. ജനറേറ്റർ കറങ്ങി അല്ലെ, ജനറേറ്ററിനുള്ളിൽ കറങ്ങി ജനറേറ്റർ എന്ത് ചെയ്യും? നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ത് രീതിയിലാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത്, ഞാൻ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. എ സി എന്ന് കണ്ടു, ഡി സി എന്ന് കണ്ടു അല്ലേ? എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട്, പ്രത്യാവർത്തി ധാരാവൈദ്യുതി. ഡി സി ഡയറക്റ്റ് കറണ്ട്, നേർധാരാവൈദ്യുതി. അതുപോലെ തന്നെ ബാറ്ററി, നമ്മൾ പലപ്പോഴും 6 വോൾട്ട് ബാറ്ററി ഒക്കെ വെച്ച് നമ്മൾ പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്തു. ഇതിൻ്റെ മൂന്നിൻ്റെയും പൾസസ്, അതായത് ഇ എം എഫിൻ്റെ വേരിയേഷൻ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിനും വലിയ പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് ഞാൻ ഒന്നാമത്തെ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇ എം എഫ് പോസിറ്റീവ് നെഗറ്റീവ് രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഈ രീതിയിൽ മുകളിലേക്കും താഴേക്കും അല്ലേ ഇങ്ങനെ പോകുന്നതിന് നമ്മൾ എന്താ വിളിക്കണേ? ഇറ്റ് ഈസ് എ സി, ശരിയല്ലേ? അപ്പൊ എ സിയുടെ പ്രത്യേകത എന്താ? ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, ദിശയിൽ മാറ്റമുണ്ട്. ദിശ ഒരേ ദിശയിലല്ല, ദിശയിൽ മാറ്റമുണ്ട്, ശരിയല്ലേ? മറ്റൊന്ന് ഇ എം എഫ് കണ്ടോ നിങ്ങൾ? ഇ എം എഫ് എടുക്കുകയാണെങ്കിൽ ഈ ഇ എം എഫിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. അത് കൂടുകയും കുറയുകയും കൂടുകയും കുറയുകയും അങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ മാറി നിൽക്കുന്ന ഒരാളാണ് അത് എ സി കറണ്ട് അല്ലെങ്കിൽ എ സി. മനസ്സിലായല്ലോ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്ലിയർ ആണല്ലോ? മറ്റൊന്ന് നമ്മുടെ എ സി പറയുമ്പോൾ ഡി സി പറയണ്ട. ജസ്റ്റ് നോക്കിക്കേ, ഡി സിയിലും സെയിം കേസ്. ഇപ്പം നമ്മൾ ഇ എം എഫ് ആണ്. ഡി സിയിൽ വരുന്നത് എങ്ങനെയാണ്? റാ റാ റായാണ്. റാ 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 റായാണ്. എന്താ പറഞ്ഞേ? റാ 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 റാ. അതാരാണ്? ഡി സി ആണ്, ഡയറക്റ്റ് കറണ്ട് ആണ്. ഇതിന് ഒരു പ്രത്യേകത, ഡയറക്ഷനിൽ മാറ്റമുണ്ടോ? ഇല്ല. അതിന് ദിശയിൽ മാറ്റമൊന്നുമില്ല. ദിശയിൽ അത് നേരെ തന്നെയാണ്. പക്ഷേ എ സി അങ്ങനെയല്ല, ദിശയിൽ മാറ്റമുണ്ട്. ഡി സിയിൽ ദിശയിൽ മാറ്റം ഇല്ല. പക്ഷേ ഇവരുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ എടുക്കുവാണ്, ഇ എം എഫിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു, കുറയുന്നു. വാല്യൂ ഇ എം എഫിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം ഉണ്ട്. മറ്റൊന്നാണ്, നോക്കുന്നത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ചെറിയ രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെയും ഇ എം എഫ് തന്നെയാണ്. അപ്പൊ ഇത് ഡി സിയുടെ കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ പറയണത് ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ പ്രത്യേകത, ഡയറക്ഷനിൽ യാതൊരു മാറ്റവും ഇല്ല, ദിശയിൽ യാതൊരു മാറ്റവും ഇല്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? പിന്നെ ഇതുപോലെ പൾസേറ്റിംഗ് അല്ല, അതായത് കൂടിയും കുറഞ്ഞും അല്ല. എന്താണ്? ഇവിടുത്തെ ഇ എം എഫ് കോൺസ്റ്റന്റ് ആണ്, അതിലും എന്ത് ചെയ്യുന്നില്ല? മാറ്റം ഇല്ല. ക്ലിയർ ആണല്ലോ? 3 കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചതൊന്ന് എ സി, ഡി സി, അതുപോലെ തന്നെ ബാറ്ററി. ഡി സി ബാറ്ററി ഡി സി ആണ്, ബാറ്ററി ഡി സി, അതുപോലെ തന്നെ ഡി സി ജനറേറ്ററിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ഇങ്ങനത്തെ ഗ്രാഫ് കണ്ട, പാമ്പ് പോലത്തെ ഗ്രാഫ് കണ്ട ആരാണ്? എ സി. റാ 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 കണ്ടാൽ ഡി സി, നേരെ പോയാൽ ബാറ്ററി. ക്ലിയർ ആണല്ലോ? ഓക്കെ, 3 കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇനി ഒരു കഥ പറയട്ടെ അല്ലേ? നമ്മളെ സേതുപതി പറയണ മാതിരി അല്ലേ, ഒരു കഥ സൊല്ലട്ടുമാ. അപ്പം ഈ കഥയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ് ആൾ. പലപ്പോഴും നിങ്ങൾ ചെയ്ത കുരുത്തക്കേടിന് അടി വാങ്ങുന്ന ആരായിരിക്കും? നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും അല്ലേ? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയും, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്തുള്ള തോണ്ടുമ്പോൾ അവൻ ഒറ്റ എണീക്കലാണ്. അതായിരിക്കും ടീച്ചർ കാണുന്നത്. അപ്പോൾ ടീച്ചർ എണീക്കടാ അല്ലേ? അപ്പോൾ ഇവനൊരു നോട്ടമുണ്ട്, പണ്ടാറ കാതൻ എന്നാ ടീച്ചർ പൊക്കി, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് ഇങ്ങനെ പറയുന്നല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. സാറെന്താ മലയാളം ക്ലാസ്സാണ് എടുക്കണേ? എന്തൊക്കെയോ ചുമ്മാ കുറേ കത്തിയടിച്ചു കൊടുക്കണേ. അപ്പോൾ ശരിയാക്കി തരാന്നേ. ഒരു കുഞ്ഞ് പരീക്ഷണം ചെയ്താലോ? അപ്പം നമ്മൾ ഇതിൽ നിന്ന് പോകുന്നൊരു കുഞ്ഞ് പരീക്ഷണത്തിലേക്കാണ്. ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം നിങ്ങൾ മനസ്സിലാവും സാറ് പറഞ്ഞ കഥ അല്ലെങ്കിൽ പഴഞ്ചൊല്ലൊക്കെ എന്തിനാണ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറേയൊക്കെ ആശ്രയിച്ചിരിക്കും കേട്ടോ. 2 രീതിയിലുണ്ട്. നല്ല സുഹൃത്തുക്കളാണ് ചിലപ്പം അലമ്പ് കളിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ എന്ത് ചെയ്യും? നന്നാവും. ഇനി
അലമ്പ പിള്ളേരോട് കൂട്ടുകൂടിയാൽ ചിലപ്പോൾ നല്ലവൻ എന്ത് ചെയ്യും, മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവനൊക്കെ വിടക്കാവും. പോട്ടെ, പരീക്ഷണത്തിലേക്ക് പോകാം. പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു പച്ചിരുമ്പ് കോർ, സോഫ്റ്റ് അയൺ കോർ, അങ്ങനെ സോഫ്റ്റ് അയൺ കോർ നമ്മൾ എടുത്തു. ഈ സോഫ്റ്റ് അയൺ കോറിന്റെ ഒരു ഭാഗത്ത് ഇൻസുലേറ്റഡ് കോപ്പർ വയർ, കവചിത കമ്പി കൊണ്ട് നമ്മളിങ്ങനെ ചുറ്റി, കവചിത കമ്പി ചുറ്റി. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ നമുക്ക് ബാറ്ററി കൊടുക്കാം, എന്തെങ്കിലും സോഴ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സെല്ലാണ്, അതായത് സെറ്റ്. നോക്കിക്കേ, ഒരു സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോണേ. സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഒരു അയൺ കോർ, പച്ചിരുമ്പ് കോർ. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചുറ്റും. ഇനി ഇത് ഈ കമ്പി ചുറ്റിനോട് യാതൊരു ബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇവിടെ വേറൊരു സംഭവം ചുറ്റാണ്. ഈ അനദർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ഇത് ഞാൻ ഇങ്ങനെ ചുറ്റി എടുത്തു. ഇതിന്റെ അറ്റത്ത് ഞാനൊരു ബൾബ് കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള? ഒന്ന് നമ്മളൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കരുതിയാൽ മതി, ഒരു ഇലക്ട്രിക് സോഴ്സ് ആണ്. സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, കമ്പിച്ചുരുളാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തുന്നുണ്ട്? രണ്ടാൾക്കാരെ കുറിച്ച് പറയല്ലേ, അപ്പൊ മനസ്സിലായോ, ഒരു കൂട്ടുകാരന്മാരാണ് ഇവർ, അല്ലേ? കൂട്ടുകാരന്മാരാണ്. ഇനി സംഭവിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയിരുന്നോ. ഞാൻ സ്വിച്ച് ഓൺ ആക്കാൻ പോണേ. സ്വിച്ച് ഞാൻ ഓണാക്കി. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ബൾബ് കത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അതിൻ്റെ ആൻസർ ചെയ്ത് കാണിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പം നിങ്ങൾ കരുതുക ആൻസർ ബൾബ് കത്തും. അപ്പം എങ്ങനെയാണ് ബൾബ് കത്തിയത്? ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ബൾബിൻ്റെ കത്തലങ്ങ് നിൽക്കും. വീണ്ടും ഞാൻ സ്വിച്ച് ഓഫ് ആക്കി. ആ സമയത്ത് ബൾബ് ഒന്നുകൂടെ കത്തും. സ്വിച്ച് ഓൺ ആക്കുമ്പോഴും കത്തുന്നു, ഓഫ് ആക്കുമ്പോഴും കത്തുന്നു. സ്വിച്ച് ഓൺ ആയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ബൾബ് വിൽ നോട്ട് ഗ്ലോ. മനസ്സിലായല്ലോ? എന്തായിരിക്കും കാരണം? ഈ ചെങ്ങായി, നിങ്ങളുടെ കൂട്ടുകാരൻ, ഒറ്റയ്ക്ക് നിങ്ങളെ തട്ടിമുട്ടാതെ വളരെ പാവത്താനായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അവിടെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇവന്റെ ബൾബ് കത്തി. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ല് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇത് നമ്മൾ പറയണത്, ഇത് ആദ്യത്തെ കോയിലാണ്. അപ്പൊ ഞാനിതിനെ പ്രൈമറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി കോയിൽ. ഇത് രണ്ടാമത്തെ കോയിലാണ്, ദാറ്റ് ഈസ് സെക്കൻഡറി കോയിൽ. മലയാളംകാർക്ക് പ്രൈമറിയും സെക്കൻഡറിയും തന്നെ കേട്ടോ നമ്മൾ എഴുതുക. അപ്പൊ പ്രൈമറി കോയിലുമുണ്ട്, സെക്കൻഡറി കോയിലുമുണ്ട്. ഈ പ്രൈമറി കോയിലിൽ എന്താ സംഭവിച്ചേ? വൈദ്യുത പ്രവാഹ തീവ്രതയിലോ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിലോ ദിശയിലോ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? ഓർമ്മയുണ്ടോ? വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് രൂപപ്പെടും. ശരിയല്ലേ? ഒരു കാന്തിക ഫ്ലക്സ് രൂപപ്പെടും. കാന്തിക ഫ്ലക്സ് ഇവിടെ രൂപപ്പെട്ടാൽ തൊട്ടടുത്ത് ആരിരിപ്പുണ്ട്? അൺഇൻസുലേറ്റഡ് വയർ, ഒരു സോളിനോയിഡ് പോലെ സാധനം ഇരിപ്പില്ലേ? ഫ്ലക്സും സോളിനോയിഡും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ശരിയല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ കയ്യിൽ ഒരു കോയിലുണ്ട്, ഒരു കുഞ്ഞ് ബാറ്ററി കൊടുത്തു, സ്വിച്ച് ഉണ്ട്. ഇതുമായിട്ട് തട്ടിമുട്ടിയിട്ടൊന്നും അല്ല ആരിയ്ക്കുന്നത്, ഇവ ഇരിക്കണത് അല്ലേ, സെക്കൻഡറി ആയിട്ടുള്ള ആൾ ഇരിക്കുന്നത്. ഡയറക്ഷൻ കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയപ്പം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഇതിലൊരു മാറ്റം വന്നു. ശരിയല്ലേ? ഫ്ലക്സ് രൂപപ്പെട്ടോ? ആ ഫ്ലക്സ് കാരണം ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ആയോ? അതുകൊണ്ട് ബൾബ് എന്ത് ചെയ്തു? സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കത്തി, സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്തും കത്തി. പക്ഷേ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? കത്തില്ല. കത്തിയോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ കേട്ടോ, സിമ്പിൾ കാര്യമാണ്. ഇനി നമ്മളിതിനെ ഒരു നിയമമാക്കി, ഒരു വലിയൊരു സംഭവമാക്കി പറയാൻ പോകണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കണേ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകളാണിത്. അതിൽ ഒരു കോയിലിൽ അല്ലെ, അത് നമ്മൾ പറയുന്നത് പ്രൈമറി കോയിൽ, അതിൽ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം വരുമ്പോൾ അവിടെ ഒരു കാന്തിക ഫ്ലക്സ് ഉളവാവുകയും
അതിൻ്റെ ഫലമായി തൊട്ടടുത്ത കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ദാറ്റ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഓക്കെ. കൺസിഡർ 2 coils of wire kept side by side. When the strength or direction of the current in one coil changes, the magnetic flux around it changes. As a result, an EMF is induced in the secondary coil. This phenomenon is called mutual induction. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഇത് വായിച്ചു തന്നത് മാത്രം. ശരിയല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്ന്? അപ്പം ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി കഥാപാത്രമുണ്ട്. പലപ്പോഴും നിങ്ങൾ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വീടുകളിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. എനിക്കൊക്കെ പേടിയുന്ന സംഭവമാണ്. പോണ വഴിക്കിടയ്ക്ക് ഒരു പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാം. എവിടെയാണത്? ട്രാൻസ്ഫോമർ അല്ലേ? അങ്ങോട്ട് എടുത്തുമ്പോൾ തന്നെ ഒരു പേടിയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടിറക്കും. കാരണം 3-4 പോസ്റ്റിംഗ് കാല് അല്ലേ? പോസ്റ്റിംഗ് കാല് 3-4 പോസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കുറേ അലുമിനിയം കമ്പി ചുറ്റി വെച്ചിട്ടുണ്ട്. കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെട്ടി കാണാം. ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ കുറേ കള്ളി പോലത്തെ ഒരു പെട്ടി. ഇടയ്ക്ക് ഒരു മുളക്കം വരും. ഒരു ബൾബ് ഇങ്ങനെ ചിലപ്പോൾ കത്തിക്കൊണ്ടിരിക്കും. അവിടെ ഇങ്ങനെ ഒരു ഈ തലയോട്ടിയും 2 എല്ലും കഷ്ണമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡേഞ്ചർ എന്നൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇത്ര വോൾട്ട് 11 kV ഡേഞ്ചർ ചുമന്ന ലൈറ്റ്, ചിലപ്പം ലൈറ്റ് കത്തിക്കിടപ്പുണ്ടാവും. ചില സമയത്ത് അതിനുള്ളിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നമ്മളെ പൂത്തിരി ചെതറണ മാതിരി ഇങ്ങനെ ചെതറും. ഇതൊക്കെ കണ്ടിട്ടുള്ള സംഭവമല്ലേ ട്രാൻസ്ഫോമർ? യെസ്, ആ ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമർ എന്താണ്? ട്രാൻസ്ഫോമർ ചില ഇംഗ്ലീഷ് സിനിമ, എനിക്കൊന്നൊരു ഇംഗ്ലീഷ് സിനിമ ഒന്നും അല്ലേ ട്രാൻസ്ഫോമർ. അതിൽ ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഗ്രാഫിക്സ് വഴി ചിലപ്പോൾ വലിയൊരു ട്രക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഉരുക്ക് മനുഷ്യനായിട്ട് മാറും, റോബോട്ടായിട്ട് മാറും. ഇതേപോലെ തന്നെ വാട്ട് ഈസ് ട്രാൻസ്ഫോമർ? ഇത്രേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ശ്രദ്ധിച്ചോണം. പവറിൽ വ്യത്യാസമില്ലാതെ AC-യുടെ വോൾട്ടത താഴ്ത്താനോ ഉയർത്താനോ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ത്? ട്രാൻസ്ഫോമർ. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് പോകണം. അതിനു മുമ്പ് ഓർത്തിരിക്കുക, ദിസ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്രൈമറി കോയിലുമുണ്ട്, സെക്കൻഡറി കോയിലുമുണ്ട്. അത് മനസ്സിലായല്ലോ? കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ആണ്, എളുപ്പമാണ്. ഓക്കെ, now we are moving to deal with transformer. What is transformer? Transformer is a device which is used to increase or decrease the voltage without change in power. AC-യുടെ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഒറ്റ കണ്ടീഷൻ, പവറിൽ വ്യത്യാസമില്ല. ഇത് ഓർത്ത് വെച്ചോണം, എഴുതി വെച്ചോണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഒരുപാട് പേര് തെറ്റിച്ചിട്ടുമുണ്ട്. സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഇതിലേക്ക് പോകുന്നത് ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത്. ട്രാൻസ്ഫോമർ 2 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് ദെയർ ആൻഡ് ഓൾസോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചു തരാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 3D ഉള്ള ചിത്രങ്ങളാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോസ്റ്റിൻ്റെ അവിടുത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ ചെറിയ ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. അത് ജനറേറ്റർ തല്ലിപ്പൊട്ടിച്ചാൽ ചിലപ്പോൾ കിട്ടും. തല്ലിപ്പൊട്ടിക്കരുത്, എനിക്ക് വയ്യ, പൈസ ആയ പ്രശ്നമാണ് കേട്ടോ. അപ്പം വെറുതെ നല്ല ജനറേറ്ററും തല്ലിപ്പൊട്ടിക്കരുത്. അതുപോലെ നമ്മളെ ജനറേറ്ററിൻ്റെ പോലെ തന്നെ നമ്മൾ വീട്ടിൽ എമർജൻസി ചിലപ്പോൾ ഉണ്ടാവും, ചിലതിലുണ്ടാവും. അതുപോലെ ചില ബോർഡുകൾ, കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ബോർഡുകൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈ സംഭവം ഇപ്പോൾ ഉണ്ട്, ട്രാൻസ്ഫോമർ. ഓക്കെ, ലാബിൽ പരീക്ഷ ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ചിലത് കത്തിപ്പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ വി ആർ മൂവിങ് ടു സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ ഞാൻ വരയ്ക്കും കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. ഇങ്ങനെ തന്നെ എഴുതണം. ട്രാൻസ്ഫോമറിന് ഹെഡിങ് കൊടുക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. So here we are dealing with transformer
ചിത്രം ഞാൻ അത്ര ഭംഗി ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് നോക്കിയത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വരയ്ക്കും കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രൈമറി ഭാഗം, ഇത് ഇതിൻ്റെ സെക്കൻഡറി ഭാഗമാണ്. ഓക്കെ, പ്രൈമറി ഭാഗവും സെക്കൻഡറി ഭാഗവും. പ്രൈമറിയിൽ ഇതാണ് ഇൻപുട്ട്. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്നായിരിക്കും ഔട്ട്പുട്ട് എടുക്കുക. ഞാൻ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇതിലൊക്കെ അർത്ഥങ്ങളുണ്ട്. ഈ ഭാഗത്ത് കട്ടി കൂടി നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അതായത് ചുറ്റുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ ഇവിടെയോ കട്ടി കുറഞ്ഞിട്ടാണ്, പക്ഷെ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുന്നതിന് കൂടുതലാണ്. ഇതാണ് ശരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സോ വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഇൻപുട്ട്, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു. നൗ വി ആർ, ഇത് സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടോ, ശ്രദ്ധിച്ചു നോക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ഇൻപുട്ടിന്റെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, അതുപോലെ തന്നെ തിക്ക്, എന്താ പറയുക, കട്ടി കൂടിയതായിരിക്കും ആ നമ്മൾ ഉപയോഗിക്കുന്ന ചുറ്റുകളുടെ കമ്പി കട്ടി കൂടുതലായിരിക്കും. അതേസമയത്ത് ഔട്ട്പുട്ട്, അതായത് സെക്കൻഡറി എടുക്കുമ്പോൾ, സെക്കൻഡറി കേട്ടോ, എസ് കണ്ട, സെക്കൻഡറിയിൽ നമ്മൾ എടുക്കുമ്പോൾ വളരെ ഇതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ കനം കുറഞ്ഞ കമ്പികളായിരിക്കും, പക്ഷെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ദിസ് ഈസ് സ്റ്റെപ്പ് അപ്പ്. നൗ സ്റ്റെപ്പ് ഡൗൺ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ ഭാഗത്ത്, അതായത് അതിന്റെ പ്രൈമറിയിൽ കനം കുറഞ്ഞ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ കമ്പികളും ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ ഇതാണ് ഇതിന്റെ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെക്കൻഡറി എന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരിക? ദാറ്റ് മീൻസ് സ്റ്റെപ്പ് ഡൗൺ. ഇവിടെ വരുന്നത് കട്ടി കൂടിയ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. സോ ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച 1-2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ട്രാൻസ്ഫോമർ എന്താണ്, ജസ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അതിനെ അടിസ്ഥാനമാക്കി ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്ഫോമർ? പവറിൽ വ്യത്യാസമില്ലാതെ എ സിയുടെ വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഓക്കെ, ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് ഇൻ AC വിതൗട്ട് ചേഞ്ച് ഇൻ പവർ. Okay, transformer and 2 types of transformer, that is step up transformer and step down transformer. Is there step up വോൾട്ടത കൂട്ടാൻ, സ്റ്റെപ്പ് ഡൗൺ കുറയ്ക്കാൻ. ഫിഗർ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു സോഫ്റ്റ് അയൺ ഷീറ്റായിട്ട് കഴിഞ്ഞാൽ മതി. നൗ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രൈമറി, സെക്കൻഡറി. ഹിയർ ഓൾസോ പ്രൈമറി, സെക്കൻഡറി ഈസ് ദയർ. ഇൻ പ്രൈമറി ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, സെക്കൻഡറി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ സവിശേഷത കൃത്യമായിട്ട് നോക്കി വെച്ചോണം. ചുറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യം നോക്കണം, തടി തിക്നെസ് നോക്കണം. ഓക്കെ, ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം? ജസ്റ്റ് ഇതിന് പടം ഒന്ന് വരച്ച് വയ്ക്കും. ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ 2 കോളം വരച്ചിട്ട് ഹെഡിങ് എഴുതുന്നു. എന്നിട്ട് സ്റ്റെപ്പ് ഡൗണിൽ എഴുതുക ടു ഡിക്രീസ്, സ്റ്റെപ്പ് അപ്പിൽ ടു ഇൻക്രീസ് ദ വോൾട്ടേജ് എന്ന് പറയാം. അതിനുശേഷം ഈ ചിത്രം വരച്ച് വെക്കുക. സ്റ്റെപ്പ് ഡൗണിന് ചിത്രം വരച്ച് വെക്കുന്നു. സവിശേഷതകൾ എഴുതുക. നമ്പർ ഓഫ് ടേൺസ് ഇതിൽ കൂടുതലാണെങ്കിൽ ഇതിൽ കുറവാണ്, തിക്നെസ് കൂടുതലാണെങ്കിൽ കുറവാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഞാനൊരു കുഞ്ഞു കാര്യം കൂടെ പറയാം. ഓക്കെ, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ദിവസം നമ്മൾ കണക്കും കൊണ്ട് കളി കളിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ കണക്ക്? ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ ഒരെണ്ണം മാത്രം വെക്കുവാണ് ഇവിടെ. ഞാൻ 1-2 ടേംസും കൂടെ കൊണ്ടുവരും ഇവിടെ. അപ്പൊ ഇത് പ്രൈമറിയിൽ നമുക്കറിയാം, പ്രൈമറിയിലുള്ള വോൾട്ടേജിനെ നമ്മൾ VP എന്ന് അടയാളപ്പെടും. സെക്കൻഡറിയിലുള്ള വോൾട്ടേജിനെ VS എന്ന് അടയാളപ്പെടും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ആണ്. Voltage in the primary is VP, voltage in the secondary is VS. Now next one is number of turns. എന്താ number of turns എന്ന് പറഞ്ഞാൽ
ചുറ്റുകളുടെ എണ്ണം, ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ്. അതിന് നമ്മൾ പറയാം പ്രൈമറിയിലേതിന് എൻ പി എന്നും സെക്കൻഡറിയിലേത് എൻ എസ് എന്നുമായിരിക്കും. ക്ലിയർ ആണല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാ ജസ്റ്റ് ചെറിയൊരു ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, നോക്കിക്കേ. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ദാറ്റ് ഇസ് വി പി ആൻഡ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഇറ്റ് ഇസ് വി എസ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ദാറ്റ് ഇസ് എൻ പി. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ദാറ്റ് ഇസ് എൻ എസ്. ഇത് ബേസ് ചെയ്തിട്ട് ഇവർ 4 പേരെയും വെച്ചിട്ടുള്ള റിലേഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ. അതിൽ നിന്നും ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ് ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻസ് ആണ് വോൾട്ടേജ് in the secondary that is Vs by voltage in the primary is equal to, ഒന്ന് എഴുതി വെച്ചേ. So you want to write down that is Vs by Vp is equal to Ns by Np. ഇതൊരു പെട്ടിക്കകത്ത് ട്രാൻസ്ഫോമറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ട്രാൻസ്ഫോമർ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് Vs by Vp is equal to Ns by Np. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് പെട്ടെന്ന് പറഞ്ഞേ? മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ? അതിന് മുന്നേ ഗ്രാഫുകൾ കണ്ടു അല്ലേ? പാമ്പ് പോലെ ഇരിക്കുന്നത് എ സി, റാ ടി സി, നേരെ പോണത് ബാറ്ററി. ദെൻ വേഗം പറ. മ്യൂച്വൽ ഇൻഡക്ഷൻ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞല്ലേ? ഒരുത്തിൻ്റെ ഉള്ളിൽ കറണ്ടിന് മാറ്റമോ, പരീക്ഷയ്ക്ക് ഒരുത്തിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതരുത്. പ്രാഥമിക പ്രൈമറി കോയിലിൽ കറണ്ടിനോ പ്രവാഹത്തിലോ സ്ട്രെങ്ത്തിലോ ദിശയിലോ ഒക്കെ മാറ്റം വരുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് രൂപപ്പെടുന്നു. തൊട്ടപ്പുറത്തെ കോയിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നു. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വാട്ട് ഈസ് ദാറ്റ്? ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് ദർ. അതിൻ്റെ ചിത്രം നമ്മൾ കണ്ടു, നമ്പർ ഓഫ് ടേൺസിൻ്റെ തിക്നെസ് കണ്ടു, എണ്ണം കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് കണ്ടു അല്ലേ? വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ദാറ്റ് ഇസ് വി പി, സെക്കൻഡറിയിലെ വോൾട്ടേജ് വി എസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ദാറ്റ് ഇസ് എൻ പി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ദാറ്റ് ഇസ് എൻ എസ്. തമ്മിലുള്ള റിലേഷൻ ആണ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ ചോദിക്കാറുണ്ട്, വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്, എല്ലാം ചോദിക്കാറുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം കാണും. അന്നേരത്തേക്ക് ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ബൈ, താങ്ക് യു.